ഒരാളിവിടെ കിടക്കുന്നുണ്ട്, സുഖമില്ല, പനി അല്ല തലവേദന. വാ ഹോസ്പിറ്റലിൽ പോവാ, വാടോ പോയി കാണിച്ചില്ല, വാ നീ ഉണ്ടാണ്ട് വാ, കാണിച്ചു തലവേദന എടുത്ത് കിടക്കണ്ട, വാ ഗൈസ് വീഡിയോ എടുക്കാണ് ഗൈസ്, സുഖമില്ലാതെ കിടക്കുന്നു, വാ എണീ. ഞാൻ അന്നപ്പേ പറഞ്ഞിട്ട് ഞാൻ നോമ്പ് വിൽക്കുന്നില്ല ആർക്കായി നോമ്പ് വിൽക്കാനുള്ള നിർബന്ധോ? സാല വാ, എനിക്ക് വാ, പോയി കാണിച്ചില്ല, വാ നീ വാ, ശരി. മുഖമൊക്കെ എന്തായിക്ക് മോൻ പറഞ്ഞു, വാ പോയി കാണിച്ചു തരാ, വാ നാളെ ബസ്സില വാ ചെല്ലു, വാ ഇനി. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം ഗൈസ്. ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഇക്രയിൽ കാണിച്ചപ്പോൾ ഡോക്ടർ നോമ്പ് എടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മോനും മോളും ഫുഡ് കഴിക്കാണ്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെയാ ഫുഡ് കഴിക്കാന്ന് വിചാരിച്ച് ഞാനും ഒന്നും കഴിക്കാതെ കുടിക്കാതെ നിന്നു. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ദേ വന്നുകൊണ്ടിരിക്കുക. രാവിലെ തുടങ്ങിയേക്ക് തലവേദന, പിടിച്ച് നിർത്തി ഇപ്പം സമയം എന്തായി? ഒരു 10:48. അപ്പോൾ അതുവരെ ഇപ്പോൾ പിടിച്ചു നിന്നു. ഇനിയിപ്പോൾ അഥവാ ഇന്ന് കാണിച്ചില്ല, നാളെ രാവിലത്തേക്ക് കണ്ണുറക്കാൻ പറ്റിയിട്ടില്ലേ ഇവനും ഉണ്ടാവില്ല, നാളെ പിള്ളേരും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ വിചാരിച്ചു പോയി കാണിച്ചേക്കാമെന്ന്. മരുന്നൊക്കെ കഴിക്കുന്ന ആൾക്കാർ മുമ്പ് നോക്കാൻ പാടില്ല, അത് പ്രത്യേകിച്ച് ഡോക്ടർ പറഞ്ഞു കേട്ടതല്ലേ. പക്ഷെ ഞാനെങ്ങനെ ഒരു അമ്മ എന്നുള്ള നിലയിൽ കുഞ്ഞുങ്ങൾ പട്ടിണി എടുക്കുമ്പോൾ അമ്മമാർക്ക് കഴിക്കാൻ തോന്നൂല. അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്, അല്ലെ അവർ സ്കൂൾ പോകണ്ടീനും. അപ്പം എന്തായാലും ഒരുപാട് കാലങ്ങളായിട്ട് വരാത്ത മൈഗ്രെയിൻ വന്നു ഈ ഒരൊറ്റ പേരിൽ. ഇനിയിപ്പം ഇതിന് കമന്റ് ഇടുന്ന ആൾക്കാരുണ്ടാവും, പടച്ചോൻ ശിക്ഷിച്ചതാണെന്ന്, പടച്ചോന് ഇഷ്ടായില്ല അവള് നോമ്പ് നോറ്റത് എന്ന് പറയാന് കുറച്ച് ആൾക്കാരുണ്ടാവും. നിങ്ങളങ്ങനെ പറയട്ടോ, നിങ്ങളങ്ങനെ പറയുമ്പോഴേക്ക് സന്തോഷം ഉണ്ടാവും. കണ്ടോ ഗൈസ്, കിടക്കുന്നത് കണ്ടോ, ട്രിപ്പൊക്കെ കയറ്റിയിട്ട് ട്രിപ്പ് മോൾ കൂടി ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നോമ്പ് നോക്കണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കൂല. ഇപ്പോൾ നോമ്പ് നോറ്റതിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ വന്ന് കിടക്കേണ്ട അവസ്ഥയായി. കണ്ട കൈക്കൊക്കെ കിട്ടൊക്കെ. പിന്നെ ഗൈസ് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിക്കോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിക്കോ, ജെസിമോള് കിടക്കുന്ന നിപ്പ് കണ്ടോ, കിടക്കുന്നത് കണ്ടോ, പുതപ്പിൻ്റെ കളർ കണ്ടോ ഗൈസ്. ഇവരെ വീട്ടിൽ നിന്നെങ്ങാനും കൊണ്ടുവന്ന വരില്ല, എല്ലാ പുതപ്പും ഒരുപോലെ. അതാ അപ്പുറത്തതാ കണ്ടോ, ജെസിമോൾ ഏതാ പുതപ്പേതാന്ന് മനസ്സിലാകുന്നില്ല. കണ്ടതാ തുണി ഒരുപോലെ, ജെസിമോളുടെ ഡ്രസ്സും ഒരുപോലെ. അങ്ങോട്ട് നോക്കുമ്പോൾ ഇത് ശരിക്കും ആരെയും കിടക്കുന്നത്, കൈയൊന്നുമില്ലെങ്കിൽ ആരാ കിടക്കുന്നതെന്ന് പോലും മനസ്സിലാവില്ല. അമ്മാരി കിടക്കുന്നത്. മുഖക്കലുപാടിക്ക് മുഖം വേണേൽ സൂം ചെയ്ത് കാണിച്ചത് ഗൈസ്. കണ്ടോ ഗൈസ്, ട്രിപ്പൊക്കെ കയറ്റി കിടക്കുകയാണ്. അപ്പം ബാക്കി ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറയാട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് കള്ളത്തരം പറഞ്ഞ് തിരിച്ചു പോന്ന്. ഡിസ്ചാർജ് ആയി. 1 മണിക്കൂർ അവിടെ ഒബ്സർവേഷനിൽ വെക്കണം എന്ന് പറഞ്ഞു. അപ്പോ ഡോക്ടർ അങ്ങനെ പറഞ്ഞു. സിസ്റ്റർ ചോദിച്ചു എന്ത് പറഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പോകാൻ പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ കുറച്ച് നേരം അവിടെ കുത്തിരിഞ്ഞ് ഞാൻ പറഞ്ഞു പോട്ടേന്ന് ചോദിച്ചു. വിചാരോ ഡോക്ടർക്ക് ഇവിടെ കാണാനുള്ള പൂജ കൊണ്ടാണ്. അത് മരുന്ന് മാറിയിട്ട് അതിന്റെ എഫക്റ്റ് ഒന്ന് ശരീരത്തിൽ പിടിക്കുമ്പോൾ എന്നിട്ടൊക്കെ പോയാൽ മതി എന്ന് ഉദ്ദേശിച്ചാ പറയുന്നത്. ഒന്നാമത് മക്കളാണ് ഒറ്റയ്ക്ക് ആരെ കൊണ്ടാട്ടോ പോകുന്നത്. സമയം 11:12. അപ്പൊ മക്കള് വീട്ടിലൊറ്റക്കാണ്. നമുക്ക് അസുഖം മാറുന്നേക്കാട്ടിലും നല്ല മക്കളെ കുറിച്ച് ചിന്തിക്കാതെ പോകുന്ന ഒരമ്മയല്ല ഞാൻ. എനിക്ക് മനസ്സ് മുഴുവനവും വീട്ടിലാണ്. അപ്പൊ എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി. അതാണ് എനിക്കത് ബ്രേക്കാണോ പിടിക്കുന്നത്. ഇവന് വണ്ടി ഓടിക്കാൻ അറിയോന്ന് സംശയം. ആർക്കെങ്കിലും ബജാജിന്റെ ഫിനാൻസിന്റെ അറിയുന്നത് പറയാം. എന്റെ പൈസ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ
എന്നിട്ട് അപ്പോൾ കാണിച്ചു, എന്തായി വരാൻ വന്ന് മക്കള് ഉള്ളതുകൊണ്ട് വേഗം പോന്നു. ഇനി നോമ്പെടുക്കുന്ന പരിപാടി ഇല്ല. അത് മക്കള് വീട്ടിലുണ്ട്, മോനും വീട്ടിലുണ്ടാലുണ്ട്, ചിലപ്പോൾ മോളും ഉണ്ടാലുണ്ട്. അപ്പം അവർ ഭക്ഷണം കഴിക്കാതെ ഞാൻ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നോമ്പെടുത്തതാണ്. പക്ഷെ അത് ഇങ്ങനെ പാളുമെന്ന് വിചാരിച്ചില്ല. പ്രത്യേകിച്ച് എന്നെ കാണിക്കുന്ന ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പിന്നെ നോമ്പെടുക്കരുത് എന്ന്. ഞാനത് കേട്ടില്ല. അതിനെ കിട്ടി ബോധിച്ചു ഗൈസ്. കാരണം എത്രയോ ഒരു മാസം 1.5 മാസം എങ്ങാനായില്ലേ ആരും കാണിച്ചിട്ട്, 1.5 മാസത്തിൻ്റെ അടുത്ത് എങ്ങാനായി എനിക്ക് ട്രീറ്റ്മെൻറ്റ്, ഗുളിക ഇഞ്ചക്ഷനൊന്നും ചെയ്യാണ്ട്. അതാണ് ഇപ്പതായത്. ഏതായാലും മോനൊരു ഓയിൽമെൻറ്റ് മേടിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, അവിടെ മേടിക്കട്ടെ. അപ്പം നേരെ വീട്ടിലോട്ട്. എന്നിട്ടൊരൊറ്റ ഉറക്കം. ഇപ്പം തന്നെ കണ്ണൊക്കെ എന്തോ ആയിട്ടുണ്ട്. ഓക്കേ, ടാറ്റാ, ബൈ.